കേന്ദ്ര വനം മന്ത്രിയോട് കേരളത്തിലെ എം പിമാരും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്ന കാര്യത്തിൽ പാർലമെൻറ്റ് ചർച്ചകൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ഞങ്ങളൊക്കെ ഇടപെട്ട കാര്യങ്ങൾ അറിയാം. പല പ്രാവശ്യവും ഇടപെട്ടിട്ടുണ്ട്. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് കൊടുക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള നടപടികളും അതിനു വേണ്ടിയിട്ടുള്ള റിസോഴ്സസും ഉണ്ടാക്കിയെടുക്കാൻ കേന്ദ്രത്തിനും പിന്നെ ബാധ്യതയുണ്ട്, സംസ്ഥാനത്തിനും ബാധ്യതയുണ്ട്. രണ്ട് സർക്കാരും ആ കാര്യത്തിൽ മുൻഗണനാക്രമത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. അതിനകത്ത് നിസ്സഹായരായി കൈയൊടിഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ കൊടുക്കുകയല്ല വേണ്ടത്. ഈ പ്രശ്നത്തെ സയൻറ്റിഫിക്കലായി നേരിടാൻ നമുക്ക് വന്യമൃഗങ്ങളെയെല്ലാം കൊന്നൊടുക്കണം എന്ന് നമ്മളാരും പറയാറില്ല. പക്ഷേ മനുഷ്യജീവൻ്റെ വില അത് അംഗീകരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്താൻ ഞങ്ങൾ എല്ലാ കാലത്തും പറയാറുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു താല്പര്യവും കാണിക്കുന്നില്ല. മോദിയെക്കുറിച്ചുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ പ്രസ്താവന സജീവ ചർച്ചയാക്കി മാറ്റുന്നുണ്ട് BJP. അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നുള്ളൊരു നിലയിലുള്ള എന്തിനാണത് അവരുടെ പ്രചരണത്തിന് നമ്മൾ തിരഞ്ഞെടുപ്പിച്ചിട്ട് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതി, അദ്ദേഹത്തിൻ്റെ ശൈലി അറിയാമല്ലോ. നമ്മുടെ നായനാർ പ്രസംഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിനകത്തും കാര്യങ്ങളുണ്ടല്ലോ. മാത്രമല്ല ഈ പറയുന്ന പരിവാരവാദികൾ, ഞാൻ ചോദിക്കട്ടെ, ഈ പരിവാരവാദികൾ ഈ പിന്നെ എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാർ തെരുവിലാണല്ലോ ജോലിക്ക് വേണ്ടിയിട്ട്. എവിടെയാണ് ആ പരിവാറുണ്ടോ കൂടെ? അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടോ? മണിപ്പൂരിലെ ഞാൻ നേരത്തെ പറഞ്ഞ അവർ പരിവാറിൻ്റെ കൂടെ ഉണ്ടോ? കർഷകർ ഒന്ന് വരാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പരിവാരം എന്ന് പറഞ്ഞാൽ ആരാ പരിവാരം നമുക്കറിയാം. ഇപ്പം എന്താ പറയുന്നത്, ഒരു സ്വകാര്യ വ്യക്തിയുടെ കല്യാണത്തിന് വേണ്ടി നടത്തിയ എക്സംഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാ പരിവാറിന്? ഈ ഗവൺമെൻറ് പരിവാർ ആരാണ്? മോഡിയുടെ പരിവാർ ആരാണ്? ഓൺലി ക്രോണി ക്യാപിറ്റൽസ്. പക്ഷേ ഇതിപ്പം ഈ 2019-19 പോലെ സംഭവിച്ച പോലെ തന്നെ മനുഷ്യൻ നേരത്തെ പരാമർശം അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നു. അതാണ് പറഞ്ഞത്. നിങ്ങൾ ആ പ്രചരണം നിങ്ങൾ തന്നെ ചോദിക്കുകയല്ലേ ഞങ്ങളോട്. വിമർശിക്കാനുള്ള ഓരോരാളും വിമർശിക്കുന്ന രീതിയെ അവരവരുടെ ശൈലിയിൽ അവർ വിമർശിക്കുക. ആ ശൈലി എന്തിനാണ് നിങ്ങൾ BJPയുടെ ഭാഷയിൽ ചോദ്യം ചോദിക്കുന്നത്? അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. അല്ല, സ്ഥാനാർത്ഥി ചർച്ചകൾ അതിൻ്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് നമുക്കൊരു കീഴ്വഴക്കങ്ങളുണ്ടായല്ലോ. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി കൂടി അവരുടെ ലിസ്റ്റ് സ്ക്രീനിങ് കമ്മിറ്റി മുമ്പാകെ വെക്കും. സ്ക്രീനിങ് കമ്മിറ്റികൾ ആ ലിസ്റ്റുകൾ ചർച്ച ചെയ്ത് ഒറ്റ പേരാക്കാൻ ശ്രമം നടത്തും. അത് കഴിഞ്ഞാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടി പ്രഖ്യാപിക്കുന്നത്. ആ പ്രോസസ്സിലാണ്. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ആദ്യ യോഗം 7-ാം തീയതി ഉണ്ട്, മറ്റന്നാൾ. അല്ല, മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഉറപ്പുള്ളവർക്ക് പോലും ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എവിടാ? സീറ്റ് ഉറപ്പായ കേരളത്തിലാ? നേതാക്കൾക്ക് പോലും. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 89 ദിവസം മുമ്പാണ് സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്തത്. ഞങ്ങൾ 9 ദിവസം കഴിഞ്ഞിട്ടാണ്. പിന്നെ അതിനേക്കാൾ കൺവീനിയൻ്റാണ് ഞങ്ങളുടെ പൊസിഷൻ ഇപ്പോൾ. അത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളെല്ലാവരും സ്ഥാനാർത്ഥികളാകേണ്ടവരും സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവരും എല്ലാവരും ഫീൽഡിലുണ്ട്. അല്ല, ആ കാര്യത്തിൽ ഞാൻ എൻ്റെ നിലപാട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആലപ്പുഴ എന്ന് പറയുന്നത് എനിക്ക് വൈകാരികമായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഓരോരാൾക്കും ഓരോ വൈകാരിക തലം ഉണ്ടാവുമല്ലോ. എൻ്റെ വൈകാരിക തലം എന്ന് പറഞ്ഞാൽ എൻ്റെ സത്യത്തിൽ എന്നെ ഈ പദവികളിലൊക്കെ എത്താൻ എല്ലാ വെല്ലുവിളികളിലും എന്നോടൊപ്പം ചേർത്ത് നിർത്തിയ പ്രദേശമാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേര് വിമർശിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഏറ്റവും കൂടുതൽ എന്നെ വേട്ടയാടാൻ പലരും ശ്രമിച്ചപ്പോൾ പോലും എന്നെ കൂടെ നിർത്തിയ സ്ഥലമാണ് ആലപ്പുഴ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പാർലമെൻറ്റ് മത്സരം ഉണ്ടെങ്കിൽ അത് വിട്ടിട്ടൊരു മത്സരമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാർട്ടിയുടെ പ്രസിഡൻറ്റിനോടും പാർട്ടിയുടെ ലീഡർഷിപ്പിനോടും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരോടും കേരളത്തിലെ നേതാക്കന്മാരെ ആവശ്യപ്പെടുന്ന പല നേതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മത്സരിക്കുന്നതിന് ഒരു വിമുഖതയില്ല. പക്ഷേ മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായാൽ ആ കാര്യത്തിൽ ആലപ്പുഴ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ അപ്പോൾ തീരുമാനിക്കും. അത് അവർക്ക് തീരുമാനിക്കാം. അല്ല, അപ്പോൾ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ എത്തിയാൽ ഷുവർ, ഞാൻ എത്താതെ ഏത് സ്ഥാനാർത്ഥി വന്നാലും UDF ഇപ്രാവശ്യം ആലപ്പുഴ ജയിച്ചിരിക്കും. അത് അച്ചട്ടാണ്. സ്ഥാനാർത്ഥി മറ്റന്നാൾ നമ്മൾ ചർച്ച തുടങ്ങുകയല്ലേ. അതിനുമുമ്പ് ഇന്നാളാണ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലേ ആലപ്പുഴയിൽ എനിക്ക് പറയാൻ പറ്റാത്തത്. സ്ഥാനാർത്ഥികളൊക്കെ വളരെ പെട്ടെന്ന് വരും. ബിൻരാജ് വളരെ പെട്ടെന്ന് വരും. അല്ല, 7-ാം തീയതി തീരുമാനം വന്നാൽ പിന്നെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാവില്ല. അങ്ങനെ നമുക്കൊരു പ്രൊസീജിയർ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഡൽഹിയിൽ കാണുന്നതല്ലേ അല്ല സിസ്റ്റം. ഈ കനുകൂലിന് ഒരു റിപ്പോർട്ടുണ്ടല്ലോ പല ഞാൻ കണ്ടു പല ചാനലിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കുക, സുനിൽ കനകലു കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണിപ്പോൾ. അദ്ദേഹം ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടില്ല കോൺഗ്രസ്സിലുള്ളത്, പാർട്ടിയുടെ സജീവമായിട്ടുള്ള നേതാവാണ്.
ഞങ്ങളുടെ കർണാടക ഗവൺമെൻറ് അഡ്വൈസറാണ്, ഒഫീഷ്യൽ അഡ്വൈസറാണ്, പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞിട്ട് പല റിപ്പോർട്ടുകൾ, അദ്ദേഹം അങ്ങനെ കേരളത്തിലെ എം പിമാർക്കെതിരായി ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല എന്നുള്ളത് ആധികാരികമായിട്ട് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബംഗാളിൽ എങ്ങനെയാണ് സഖ്യം ഉണ്ടാവും തൃണമൂൽ കോൺഗ്രസുമായിട്ട്? ഞങ്ങൾക്ക് ആഗ്രഹം അതാണ്. തൃണമൂൽ കോൺഗ്രസ് കാരണം എന്തുകൊണ്ട് BJPയുടെ നമ്പർ കുറക്കാൻ, പരമാവധി കുറക്കാൻ എവിടെയൊക്കെ പറ്റും. അതാണല്ലോ ആം ആദ്മി പാർട്ടിയുമായിട്ടും മറ്റെല്ലാ സമാജ്വാദി പാർട്ടിയുമായിട്ടും RJD എല്ലാ പാർട്ടികളുമായിട്ടും ഞങ്ങൾ ഒറ്റ തന്നെയാണ് പരമാവധി സീറ്റുകൾ BJP കുറക്കുക. കോൺഗ്രസ് എത്ര വിട്ടുകൊടുത്ത് ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിന് പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു മാസമായിട്ട് തുടരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.